നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സസ്യത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾ സാധാരണയായിട്ട് മീൻ പൊതിഞ്ഞ് കെട്ടാനും പല രീതിയിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇലയാണത്. അതായത് ഇത് നമ്മൾ കേരളത്തിൽ വട്ടയില എന്ന പേരിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സസ്യമാണിത്. അപ്പോൾ കാസർഗോഡ് ഭാഗത്താണെങ്കിൽ ഇതിൻ്റെ പേര് നമ്മൾ വട്ടയില എന്നല്ല പറയാറ്. നമ്മളിതിനെ അപ്പച്ചപ്പില അല്ലെങ്കിൽ കുറുക്കുട്ടി ചപ്പില, ചപ്പില എന്ന് വെച്ചാൽ ഇലയാണ് കേട്ടോ, കുറുക്കുട്ടി ചപ്പില. പിന്നെ ഇതിൻ്റെ മരത്തിനെ നമ്മൾ ഉപ്പിലിങ്ങ, അങ്ങനെ 2-3 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കണ്ണൂർ ഭാഗത്താണ് ഇതിനെ കുറുക്കൂട്ടി എന്ന് പറയും. പിന്നെ കുറച്ചും കൂടെ തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതിനെ വട്ടയില എന്ന് പറയും. നമ്മൾ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണയായിട്ട് നമ്മൾ പല രീതിയിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാൻ, അരി കൊണ്ടും ചക്ക കൊണ്ടും അങ്ങനെയുള്ള അടകൾ പോലുള്ള പല പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ഈ ഇല നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സാധാരണയായിട്ട് മീൻ പൊതിഞ്ഞ് കെട്ടാനൊക്കെ ഈ ഇല ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് എന്ന് വെച്ചാൽ ഇത്രയും ഔഷധ ഗുണങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ റീസെൻ്റായിട്ടാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം, ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് മക്കരംഗ പെൽറ്റേറ്റ എന്നാണ്. പെൽറ്റേറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു നമ്മൾ ലീഫിൻ്റെ പീറ്റിയോൾ എന്ന് പറയും. സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ലീഫിനൊക്കെ നമ്മൾ ഈ ഭാഗത്ത് ഈ ഒരു ബേസായിട്ട് ഇവിടെ ആയിരിക്കും ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ, ഇതിൻ്റെ ഇങ്ങനെ ബാക്കിലാണ് ഇത് അറ്റാച്ച് ചെയ്തില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പെൽറ്റേറ്റ് ലീഫ് എന്ന് പറയുന്നത്. സാധാരണ താമര ഇലയൊക്കെ ഇതുപോലെയാണ് ഉണ്ടാവാറല്ലേ, ഇതാണ് പെൽറ്റേറ്റ. അതുകൊണ്ടാണ് ഇതിന് പെൽറ്റേറ്റ എന്ന് പേര് വന്നത്, മക്കരംഗ പെൽറ്റേറ്റ. ഇതിൻ്റെ വരുന്ന ഫാമിലി യൂഫോർബിയേസി എന്ന് പറയുന്ന ഫാമിലിയാണ്. അതായത് നമ്മുടെ നെല്ലിക്ക വരുന്നത് യൂഫോർബിയേസി ഫാമിലിയിലാണ്. പിന്നെ നമ്മുടെ മുള്ള് ചെടിയില്ലേ, നമ്മൾ ഗാർഡനിലൊക്കെ വയ്ക്കുന്ന കുഞ്ഞു പൂവുള്ള യൂഫോർബിയേസി എന്ന് പറയുന്നത്, അപ്പം അതിൻ്റെയൊക്കെ ഫാമിലിയിലാണ് ഈ സസ്യവും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ആയുർവേദത്തിൽ ഒരുപാട് സസ്യത്തെക്കുറിച്ചിട്ട് നമ്മൾ ആചാര്യന്മാർ, അതായത് ചരക, ശുശ്രുത, വാഗ്ബട, അങ്ങനെ ഒരുപാട് ആചാര്യന്മാർ നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് സസ്യങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് പോലും നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് അതിലൊന്നും പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സസ്യങ്ങളെ നമ്മൾ അനുക്തദ്രവ്യം എന്ന് പറയും. അതായത് നോൺ ഫാർമക്കോപ്പിയൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഫാർമക്കോപ്പിയൽ ഡ്രഗ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ പുരാണങ്ങളിലും അങ്ങനെയൊന്നും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റി പറയുന്നില്ല. എന്നിരുന്നാലും നമ്മളെ നാടുകളിലുള്ള ഈ നാടോടികളും പിന്നെ സാധാരണ ഫോക്ക്ലോർ ട്രീറ്റ്മെൻറ്റും പിന്നെ കാടുകളിൽ താമസിക്കുന്ന ആളുകളും പിന്നെ സിദ്ധയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് പല രീതിയിലുള്ള ഔഷധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഇലയിൽ ഒരുപാട് ധാരാളം ടാനിൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് പണ്ടത്തെ കാലങ്ങളിൽ നമ്മൾ പ്രസവിച്ച സ്ത്രീകൾക്കുള്ള മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. പിന്നെ പല രീതിയിലുള്ള സിഫിലിസ്, ഗൊണോറിയ പോലുള്ള രോഗങ്ങൾക്ക് പല രീതിയിലുള്ള വിട്ടുമാറാത്ത ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്രണങ്ങൾക്കും ഇതിൻ്റെ കഷായം വെച്ചിട്ട്, അതായത് ഇല തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കഴുകാറുണ്ട്. മാത്രമല്ല ഈ മുറിഞ്ഞ ശേഷം അതിൻ്റെ ബ്ലഡ് സ്റ്റോപ്പ് ആവാതെ വരുന്ന, ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാത്ത ആ ഒരു കണ്ടീഷനിൽ പണ്ടത്തെ കാലങ്ങളിൽ ഈ കാടുകളിലൊക്കെ താമസിക്കുന്ന അവരുടെ ഇടയിൽ ഈ ഇല അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്ന ഒരു പ്രവണത കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ലീഫ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ ബാർക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ മരത്തൊലി. ഓക്കെ, മരത്തൊലിയും ഇതുപോലെ വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പല രീതിയിലുള്ള സ്കിൻ ഡിസീസ്, ചൊറി, ചിരങ്ങ്, വിട്ടുമാറാത്ത വ്രണങ്ങൾ, അങ്ങനെയുള്ള പല കണ്ടീഷനിലും ഇതിൻ്റെ ബാർക്ക് യൂസ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ബാർക്ക് നമ്മൾ കഷായം വെച്ചിട്ട്, അതായത് തിളപ്പിച്ചതിന് ശേഷം മുടി കഴുകാൻ വേണ്ടിയിട്ട്, പണ്ടത്തെ കാലങ്ങളിൽ മുടിയുടെ സ്മൂത്ത്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടും അകാല നര തടയാൻ വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ ബാർക്ക് കഷായം വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ട്സ് വെളിച്ചെണ്ണയുടെ കൂടെ പേസ്റ്റ് ആക്കിയിട്ട് പണ്ടത്തെ കാലങ്ങളിൽ ഭഗ്ന എന്ന് വെച്ചാൽ അസ്ഥിയൊക്കെ പൊട്ടൽ, എല്ല് ഒക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അത് സെറ്റാവാൻ വേണ്ടിയിട്ട്, ആ ജോയിൻ്റ് ഒക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ബാൻഡേജ് ചെയ്യാറുണ്ട്. നമ്മളെന്ന് വെച്ചാൽ ഞാൻ ഈ ഫോക്ക്ലോർ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഗമ്മ്, ഇതിൻ്റെ മരം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുത്താൽ അതിൽ നിന്ന് ഊസിങ് ഉണ്ടാവും, ഗമ്മ് പോലുള്ള ഒരു ദ്രാവകം പുറത്ത് വരും. അപ്പോൾ അത് പൊടിച്ചതിന് ശേഷം അതും ഇതുപോലെ പല രീതിയിലുള്ള വ്രണങ്ങൾക്കും പിന്നെ ഇതുപോലെ പൊട്ടലും പിന്നെ ബ്ലീഡിങ്, മുറിവുണ്ടായ ശേഷം രക്തം ഒരുപാട് വാർന്നു പോകുന്നതിനും ഒക്കെ അത് ഉപയോഗിക്കാറുണ്ട്.
പിന്നെ ഇതിന് എപ്പിലെപ്സിയിൽ പല സ്ഥലങ്ങളിൽ നമ്മുടെ പരീക്ഷണം എക്സ്പെരിമെൻ്റൽ ആനിമൽസിൽ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട്. എപ്പിലെപ്സിയും അതുപോലെ അഡാപ്റ്റോജനിക് ആക്ടിവിറ്റിയും ഒക്കെ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സക്സസ്ഫുള്ളായിട്ട് നടന്നിട്ടുണ്ട്. ഇത് ഔഷധ ഗുണങ്ങൾ മാത്രമല്ല, ഇത് ഒരുപാടായിട്ട് വളരുന്നുമുണ്ട്. ഇത് സോയിൽ ഇറോഷനെ തടയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ വുഡ് നമ്മൾ പെൻസിൽ ഇൻഡസ്ട്രിയിലും അതുപോലുള്ള കരകൗശല വിദ്യകൾ പിന്നെ വസ്തുക്കൾ ഉണ്ടാക്കുന്ന പല സ്ഥലങ്ങളിലും ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ വട്ടയിലൊക്കെ ഇത്രയും ഔഷധ ഗുണങ്ങളും മാത്രമല്ല ഇത്രയും എക്കണോമിക്കൽ ഇമ്പോർട്ടൻസും ഒക്കെ ഉള്ള ഒരു സസ്യമാണിത്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകുന്നു. അപ്പോൾ ഈ വിവരങ്ങൾ ഞാൻ അറിഞ്ഞതുകൊണ്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പിന്നെ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പുതിയ ഏതെങ്കിലും സസ്യങ്ങളെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ പരിചയപ്പെടുത്താനോ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സജഷൻസ് ഉണ്ടെങ്കിലും അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.